ബേക്കറിയിൽ കിട്ടുന്ന അതേ പെർഫെക്റ്റ് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഞാൻ ഒരു ടീസ്പൂണ് ഈസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതൊന്ന് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുകയാണ്. അപ്പോഴത്തേനും നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വരും. ഇനി ഓൾറെഡി ആക്ടിവേറ്റ് ആയ ഈസ്റ്റ് ആണെങ്കിൽ പൊടിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മുട്ടേൻ്റെ മഞ്ഞ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ കുഴച്ചെടുക്കുക. വെള്ളം വേണമെങ്കിൽ കുറച്ചായിട്ട് ചേർത്തും കൊടുക്കുക. അവസാനം ഇത്തിരി ഓയിലും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് പൊങ്ങിയിട്ട് ഇരട്ടി സൈസായിട്ട് വരും. അപ്പോൾ ഇതിൽ മുകളിൽ കുറച്ച് ഓയിലും കൂടി തടവി കൊടുത്താൽ നല്ലതാണ്, ഡ്രൈ ആയി പോവില്ല. അപ്പം എന്നിട്ട് ഞാനിത് അടച്ച് വെക്കാൻ പോവാണ്. നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഞാൻ പൊരിച്ചിട്ടാണ് ചേർക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ എല്ലാതും ഇതിൽ തന്നെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് കുറച്ച് എണ്ണയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഉള്ളി വാട്ടാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തീ കൂട്ടിയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു 3 വലിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അധികം വലുപ്പമില്ലാത്തൊരു മീഡിയം സൈസിലുള്ള വെല്ലുള്ളിയാണ്. നല്ല വലുപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതി. ഇതിലേക്ക് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് മസാല ഇട്ടപ്പോൾ നല്ല മുളക് ഉണ്ടായതുകൊണ്ട് അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓൾറെഡി എണ്ണയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ചിക്കനൊന്ന് മിക്സിയിലടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ടാലും മതി. പിന്നെ ഒരു നുള്ളി ഗരം മസാല മാത്രമാണ് ഞാൻ എക്സ്ട്രാ ചേർത്തത്, വേറെ പൊടികളൊന്നും ചേർത്തില്ല. നമ്മൾ വേറെ എണ്ണയിലാണ് ഇത് വാട്ടുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞതിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അത് ചൂടാറുമ്പോഴത്തേനും നമ്മളെ പൊടി കുഴച്ച് വെച്ചത് എന്തായിട്ട് നോക്കാം. നന്നായിട്ട് ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ബോൾസാക്കി നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. കുറച്ചൊരു തിക്നെസ് ഉണ്ടാവണം, നല്ല മെലിഞ്ഞിട്ട് പരത്തണമെന്നില്ല. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്യുമ്പം അറ്റം നന്നായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊരിയുമ്പം വിട്ടു പോരും. ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ആണിങ്ങനെ മടക്കുന്നത്. നല്ലോണം റോൾ ചെയ്യുക. എന്നിട്ട് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഉരുട്ടിങ്ങനെ എടുത്താൽ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഇതേപോലെ എല്ലാതും റോളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുട്ടയുടെ മഞ്ഞ എടുത്തപ്പം വെള്ളം മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് ഞാനൊരു സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വെള്ളം മാത്രമാകുമ്പോൾ ഒരുപാട് എണ്ണം മുക്കാൻ ഒരു വെള്ളം തന്നെ മതിയാവും, ഒരു മുട്ടേൻ്റെ വെള്ളം തന്നെ മതിയാവും. പിന്നെ ബ്രെഡ് ക്രംസും. അപ്പോൾ ഇനി ഓരോന്നും എടുത്തിട്ട് മുട്ടേൻ്റെ വെള്ളയിൽ മുക്കിയതിൻ്റെ ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. രണ്ടും സെപ്പറേറ്റ് കൈ കൊണ്ട് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നു പോകും.
ഇത് ഞാൻ നമ്മളെ റൊട്ടി വെറുതെ മിക്സിയിലിട്ടിട്ട് 3 റൊട്ടി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. റസ്ക് പൊടി ആയാലും കുഴപ്പമില്ല. ഇതേപോലെ എല്ലതും ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്നാക്കി കൊടുത്തിട്ട് നല്ലൊരു റെഡ് കളറാക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ എണ്ണയിൽ മുങ്ങുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങിയിട്ട് ശരിക്കും നമ്മൾ ആ കടയിൽ കിട്ടുന്ന അതേ ചിക്കൻ റോളിൻ്റെ ഷേപ്പിൽ തന്നെ ആയിട്ട് വരും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.